കായംകുളം, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പുനഃപരിശോധിക്കുന്നതിനായി ചേർന്ന CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വാക്പോരും കയ്യാങ്കളിയും. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് യോഗത്തിൽ നിന്ന് G. സുധാകരൻ MLA ഇറങ്ങിപ്പോയി. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച തീരുമാനം ജില്ലാ കമ്മിറ്റിയോ സെക്രട്ടേറിയറ്റോ കൈക്കൊള്ളേണ്ടതില്ല എന്ന നിലപാടിലേക്ക് യോഗം എത്തിച്ചേർന്നു. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് CPM ജില്ലാ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള സ്മാരകത്തിൽ കൂടിയ സെക്രട്ടേറിയറ്റ് യോഗമാണ് വാക്പോരിലും കയ്യാങ്കളിയിലും അവസാനിച്ചത്. ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളായ KK രാമചന്ദ്രന്റെയും രജനി പാറക്കോടിന്റെയും പേരുകൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയ പശ്ചാത്തലത്തിലായിരുന്നു പുതിയ യോഗം. യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറി പുതിയ പേരുകൾ ഒന്നും തന്നെ നിർദ്ദേശിച്ചില്ല. തുടർന്ന് കായംകുളത്തു നിന്നുള്ള അംഗം MA അലിയാർ അഡ്വക്കേറ്റ് പ്രതിഭാഹരിയുടെ പേര് നിർദ്ദേശിച്ചു. ഇതിനെ ഹരിപ്പാട് നിന്നുള്ള TK ദേവകുമാർ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അഴിമതി ആരോപണത്തിന് വിധേയായ സ്ഥാനാർത്ഥി ഇടതുമുന്നണിക്ക് മുഴുവൻ കളങ്കമാണെന്ന് പറഞ്ഞു. ഔദ്യോഗിക പക്ഷത്തെ പ്രധാനിയായ R. നാസർ അടക്കമുള്ളവർ ആരോപണത്തോട് മൗനം പാലിച്ചു. പിന്നീട് CS സുജാത, CK സദാശിവന്റെ പേര് എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യം വീണ്ടും ഉയർത്തി. തൃശൂർക്കാരനായ ഐസക്കിനും മാവേലിക്കരക്കാരനായ G. സുധാകരനും വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ സദാശിവന് മാത്രം എന്തുകൊണ്ട് അവഗണന എന്ന തർക്കം G. സുധാകരനും സുജാതയും തമ്മിലുള്ള വാക്പോരിലേക്ക് നീങ്ങി. ഒടുവിൽ ജാതി പറഞ്ഞുള്ള ചർച്ചയ്ക്ക് താനില്ല എന്ന് പറഞ്ഞ് സുധാകരൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ KK രാമചന്ദ്രന്റെയും രജനിയുടെയും പേരുകൾ താനല്ല നിർദ്ദേശിച്ചതെന്ന് G. സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. ചെങ്ങന്നൂരിലെയും കായംകുളത്തെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ തർക്കം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് തോമസ് ഐസക് MLA ഒടുവിൽ പറഞ്ഞുവെച്ചത്. ഇനി വിഭാഗീയത തളം കെട്ടിയ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.